4 പെൺകുട്ടികൾ സോഫിയ, നൂറ, അനു, മീന. കഴിഞ്ഞ രാത്രിയിൽ താമസിച്ച മുറിയിൽ നിന്നു മാറി. അവർക്ക് അവിടെയുള്ളതിൽ വെച്ചു നല്ല മുറി തന്നെ മാറ്റിക്കൊടുത്തു. റൂമിലെ ഫർണിച്ചർ എല്ലാം പഴക്കം തെളിയിച്ചെങ്കിലും നന്നായി സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം നൂറക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല: ആന്റീക് വാൾ മിറർ. ഒരു പ്രത്യേക ആകർഷണവും ഭീതിയും ഉണ്ടാക്കുന്നതായിരുന്നു അത്. അരികിലെ കേർട്ടൻസ് അല്പം മാറിയത് കൊണ്ട് ചന്ദ്രപ്രകാശം കയറുന്നുണ്ടായിരുന്നു. മറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ സോഫിയക്ക് മാത്രം ഉറക്കം വന്നില്ല. മിററിലേക്കാണ് അവൾ നോക്കിയിരുന്നത്. തന്റെ ശ്വസനം പോലും നിൽക്കാൻ പോകുന്നത്ര ഭയം. ഗ്ലാസ് വിറക്കുന്നതായി തോന്നി. അകത്ത് ഒരു നനവുള്ള ശ്വാസം. ഹാ ഹാ. അതിനുശേഷം അവൾ അത് കണ്ടു: മിററിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെളുത്ത കൈ ഗ്ലാസിന്മേൽ അമർത്തുന്നത്. സോഫിയ വിറച്ച് എഴുന്നേറ്റു. അവളുടെ സീറ്റിന്റെ തട്ടലിൽ നൂറ ഉണർന്നു. എന്താ സോഫി? നൂറ ചോദിച്ചു. സോഫിയ ഒരു വിരൽ ഉയർത്തി കാണിച്ചു മിററിലേക്കു. കൈ പതുക്കെ പിൻവാങ്ങി. വിരലുകൾ ഗ്ലാസിൽ നിസ്സാരമായി ചലിപ്പിച്ചു മാറി അപ്പോയി. അത് പുറത്തേക്ക് വരാൻ നോക്കിയിരുന്നു. നീന്നിലൂടെ, സോഫിയ പതുക്കെ പേടിയോടെ പറഞ്ഞു. നൂറയുടെ ശരീരം മുഴുവൻ വിറച്ചു. മിററിന്റെ മുകളിൽ ഇപ്പോഴും ചെറിയ കുലുക്കം. അതേ സമയത്ത് പുറത്തുള്ള കോറിഡോറിൽ ഒരാൾ നടക്കുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ഒരാൾ അവരുടെ വാതിലിന് മുന്നിലൂടെ കടന്നുപോയപ്പോൾ അവിടെ നിൽക്കുകയും തിരിഞ്ഞില്ലെങ്കിലും മുറുമുറുത്ത് പറഞ്ഞത് കേട്ടു: ലൈറ്റ്സ് ഓൺ ആക്കേണ്ട. അയാൾ അവിടുത്തെ വാച്ച്മാൻ ആയിരുന്നു. അകത്തുനിന്ന് സോഫിയ ചോദിച്ചു: എന്ത് മൂവ്മെന്റ് നോട്ടീസ് ചെയ്യുന്നത്? വാച്ച്മാന്റെ ശബ്ദം ദൂരത്തിലേക്ക് നീങ്ങി. മിററിലെ സ്ത്രീ. ആ രാത്രി ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നൂറയും സോഫിയയും ഒരേ കട്ടിലിൽ ഒരുമിച്ചു ഇരുന്നു. അനുവും മീനയും ഉറങ്ങുന്നുണ്ടായിരുന്നു. റൂം വളരെ ശാന്തമായിരുന്നു. അപ്പോഴും മിററിൽ നിന്ന് ഒരേ ശബ്ദം: ഹാ ഹാ. ഗ്ലാസിന്റെ അകത്ത് നിന്ന് നീളമുള്ള കറുത്ത നെയിൽ കൊണ്ട് സ്ക്രാച്ച് ചെയ്തു. പ്രഭാതത്തിൽ എല്ലാം നിശബ്ദം. മിറർ മായ പോലെ ശുചിയായി. 4 പേരും കട്ടിലിൽ ഉറങ്ങുന്നു. അനുവും മീനയും ഒരേ സമയം കണ്ണു തുറന്നു. അകത്തുനിന്ന് ഒരു ശബ്ദം: ലെറ്റ് മീ ഔട്ട്. അപ്പോ തന്നെയാണ് ഗ്ലാസിന്റെ ഒരു കോർണർ പൊട്ടിത്തെറിച്ചത്. തണുത്ത കാറ്റ് അടിച്ചു കയറി. ചുവരുകൾ മുഴുവൻ വിറച്ചു. സോഫിയ നൂറയുടെ കൈ പിടിച്ചു. ഓട്ടു. അവർ വാതിലിലേക്ക് പാഞ്ഞു. പക്ഷേ നോബ് ഒരു അദൃശ്യശക്തി കൊണ്ട് അടച്ചു. പിന്നിൽ നിന്ന് ഒരു കൈ. ഒരു സ്ത്രീയുടെ മുഖം തെളിഞ്ഞു. നൂറയെ പോലെയുള്ള രൂപം, പക്ഷേ കണ്ണുകളിൽ കറുത്ത കുഴികൾ. അവൾ പറഞ്ഞു: വൺ ഓഫ് യു റിപ്ലേസ് മീ. മിററിലെ റിഫ്ലെക്ഷനിൽ നൂറയും സോഫിയയും ഇപ്പോഴും കട്ടിലിൽ ഉറങ്ങുന്നു. അവരുടെ മുഖം വളരെ ശാന്തവും. നേരം വെളുത്തപ്പോൾ 2 പേരും നല്ല ഉറക്കത്തിൽ നിന്നു എഴുന്നേറ്റു. 2 പേരും ഭീതിയുടെ നോക്കിയത് കണ്ണാടിയെ. എല്ലാം ശാന്തം. റൂമിൽ ഒന്നും സംഭവിക്കാത്തത് പോലെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അവർ വേഗം തയ്യാറായി തിരിച്ചു വീട്ടിലേക്ക്. 2 പേരുടെയും ചുണ്ടത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. പുതിയ കോളേജിലെ പെൺകുട്ടികൾ ചിരിച്ച് റൂമിലേക്ക് നടന്നു കയറുന്നു. ഒരാൾ റൂം തുറന്നു പറഞ്ഞു: ഇവിടെ തണുപ്പ് കൂടുതലാണ്, പക്ഷേ റൂം ക്യൂട്ടാണ്. അവൾ അകത്തേക്ക് നടന്നു. ആ റൂം അവരെ സത്യത്തിൽ മാടി വിളിക്കുകയായിരുന്നു. സ്റ്റോറി എസ് കെ വഡാക്കൻ.